എമ്പുരാനിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് റെഡ് കൊമോഡോ എക്സ് ഒക്കെയാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ എന്നാണ് അരി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വേൾഡിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ടോപ്പിൽ നിൽക്കുന്ന ക്യാമറകൾ ഏതൊക്കെയാണ് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഐമാക്സിനെ കുറിച്ചാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഐമാക്സ് സ്ക്രീനിൽ നമ്മൾ എമ്പുരാൻ റിലീസ് ചെയ്തതായിട്ടും പറഞ്ഞു. അപ്പോൾ ഐമാക്സിനെ കുറിച്ച് നമുക്ക് വേറൊരു അവസരത്തിൽ പറയാം. അപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്നൊരു ഫസ്റ്റ് ക്യാമറയുടെ കൂട്ടത്തിൽ ഐമാക്സിൻ്റെ 5802 എന്നൊരു ക്യാമറയും അതുപോലെ തന്നെ ആരിയുടെ ഒരു ക്യാമറയാണ് ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്ന രണ്ട് ക്യാമറകൾ. രണ്ടാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ റെഡ് കൊമോഡോ ആണ്. അത് നമ്മുടെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന റെഡ് കൊമോഡോയാണ്. അതിനോടൊപ്പം തന്നെ റെഡിൻ്റെ തന്നെ റേഞ്ചർ മോസ്ട്രോ എന്ന് പറഞ്ഞാൽ റെഡ് റേഞ്ചർ മോസ്ട്രോ എന്നൊരു ക്യാമറയുണ്ട്. ഇതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ക്യാമറകൾ. ഇനി മൂന്നാം സ്ഥാനത്ത് ഏതൊക്കെ ക്യാമറകളാണെന്ന് നോക്കാം. അവിടെയാണ് സോണിയുടെ പ്രസക്തി. ഈ സെറ്റ് ഓഫ് 4 ക്യാമറകളെ മാറ്റി നിർത്തിയാൽ നേരെ വരുന്നത് സോണിയുടെ വെനീസിലേറ്റാണ്. ഏകദേശം 65 ലക്ഷം രൂപയുള്ള ഒരു ക്യാമറയാണ്. പക്ഷേ അന്യായമായ ഒരു ഔട്ടാണ് തരുന്നത്. അപ്പോൾ ഇത് പതിയെ ഇപ്പോൾ വെനീസ് പോലുള്ള ക്യാമറകൾ ലോഗിങ്ങിന് വരെ ഉപയോഗിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വരുന്നത്. നല്ല യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന ലോഗേഴ്സൊക്കെ സിനി ലൈൻ ക്യാമറകൾ, അതായത് 50 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ക്യാമറകൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ സോണിയുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് FX30 മുതൽ വെനീസ് വരെയുള്ള ബൊറാനോ, ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ സിനിമയുമായിട്ട് ലോഗിങ്ങുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ് സോണിക്കുള്ളത്.